അപ്പോൾ ഗൈസ് നമ്മളൊന്ന് നോക്കാൻ പോണത് എങ്ങനെയാണ് നമ്മൾ ഷുഗർ ഫാക്ടറിയിൽ കരിമ്പ് ഷുഗർ ഫാക്ടറിയിൽ ഷുഗർ നിർമ്മിക്കുന്നതെന്ന് ദൈ കാണുന്നത് ഇതുപോലത്തെ ഫ്രഷ് കരിമ്പ് നോക്കുന്നു. ആദ്യമായി അത് മെഷീൻ വഴി പറിച്ചെടുക്കുന്നു. മെഷീൻ വഴി പറിച്ച് ബാക്കിലെ പുറകെ ഇത് കണ്ടോ, അതിലൂടെ ചാടുന്നു. വീണ്ടും മെഷീൻ വഴി കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതേപോലെ മെഷീൻ വഴി കറക്കിയിടുന്നു. അതുപോലെ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് തട്ടുന്നു. അതും മെഷീൻ വഴി തന്നെയാണ്. അങ്ങനെ ലോറിയിലോട്ട് കയറ്റി വെക്കുന്നു. ലോറിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ലോറിയിൽ കരിമ്പ് കയറ്റുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതൊന്നുകൂടെ പറയാൻ മാത്രം. അങ്ങനെ ലോറിയിൽ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. വീഡിയോ വേഗം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ. പറയാൻ മറന്നു പോയതാണേ. അങ്ങനെ ഫാക്ടറിയിലെത്തി. ഇതാണ് നമ്മളെ ഷുഗർ ഫാക്ടറി. അങ്ങനെ ഷുഗർ ഫാക്ടറിൻ്റെ അകത്തേക്ക് വണ്ടി കടന്നു. അങ്ങനെ എത്ര കിലോ ഉണ്ടെന്ന് നോക്കുകയാണ് ചെക്കിങ്ങിലൂടെ. അങ്ങനെ ഷുഗർ ഫാക്ടറിൻ്റെ അകത്തേക്ക് വണ്ടി കടന്നു. അങ്ങനെ ഷുഗർ ഫാക്ടറിൻ്റെ അകത്തേക്ക് വണ്ടി കിടന്നിട്ട് ചെക്കിങ് നടത്തുകയാണ്. ഒരെണ്ണം എടുത്ത് ചെക്കിങ് നടത്തുകയാണ്. ക്ലാസ്സിലേക്ക് അടിച്ചു കണ്ട് പോകുന്നുണ്ടോ. അങ്ങനെ മെഷീനിലോട്ട് അയക്കുന്നു. ഇതേപോലെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കും. ശരിയല്ലേ. അങ്ങനെ ഇതേപോലെ അങ്ങനെ ഇത് ചെയ്യുന്നു. അങ്ങനെ അത് ഈ കരിമ്പെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടും. അങ്ങനെ കരിമ്പെല്ലാം കൊണ്ടുവന്ന് ഇതുപോലെ തട്ടും. പുക പോകുന്നു കണ്ടില്ല. അങ്ങനെ മെഷീനിലോട്ട് അയക്കും. ഇനിയാണ് മെയിൻ പരിപാടികൾ നടക്കാൻ പോകുന്നത്. അങ്ങനത്തെ മെഷീന് റോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. മെഷീനോട്ട് ചാടി ഇത് മെഷീനിലോട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന എല്ലാ കരിമ്പുകളും മെഷീനിലോട്ട് അങ്ങനെ നീങ്ങി പോകും. അതിൻ്റെ ശേഷം ഒരു ഇതിലോട്ട് ചാടും. ഇങ്ങനെ മെയിൻ പരിപാടികൾ. ഇതേപോലെ റോഡിലിട്ട് കറങ്ങും. കറങ്ങി വീണ്ടും അതുപോലെ ചാടും. നമ്മളൊക്കെ പാർക്കിൽ കയറി സ്ലൈഡ് കറങ്ങില്ല അതുപോലെ. അങ്ങനെ ഈ ചെക്കിങ് എന്താണെന്ന് സംഭവിച്ചാൽ അതിൽ വല്ല കേടുപാടുകളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ് ആണ് ഈ CCTV ചെക്കിങ്. അങ്ങനെ മെഷീനിലൂടെ കരിമ്പെല്ലാം ചതഞ്ഞ് വരുന്നു കുറച്ചൊക്കെ. ഇതുപോലെ മെഷീനിലോട്ട് പോകുന്നു. അങ്ങനെ ഇതുപോലെയാണ് കഴുകിയെടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ കരിമ്പ് കഴുകിയെടുക്കുന്ന ഫാക്ടറിയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഫാക്ടറിയിൽ ഇതുപോലെ തന്നെ കരിമ്പ് കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയിട്ട് ഇത് ഫ്രഷായ സാധനം ഇതിലൂടെ അയക്കുന്നു. അങ്ങനെ വീണ്ടും കഴുകുന്നു. അങ്ങനെ കഴുകി ഇങ്ങനെ ഇങ്ങനെ ഈ കാറിനെ കഴിയുമ്പോഴെല്ലാം കഴുകിയേണ്ടത് ഇതുപോലെ റിങ് പോലെ പോരുന്നു. അങ്ങനെ ഇതുപോലെ പോന്നിട്ടാണ് പിന്നീടാണ് കളികൾ മെയിൻ പരിപാടികൾ നടക്കാൻ പോകുന്നത്. ഓക്കെ. ഇതുപോലെ അങ്ങനെ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ചാടുന്നു. അങ്ങനെ വീണ്ടും കഴുകിയെടുക്കുന്നു. 101 തവണ കഴുകും തോന്നുന്നു അല്ലേ. അങ്ങനെ കഴുകിയെടുക്കുന്നു. അങ്ങനെ വീണ്ടും ചെക്കിങ് നടത്തുകയാണ്. എവിടെയും കേടുപാടുകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇതുപോലെ റോഡിലേക്ക് ചാടുന്നു. ഈ കാണാൻ കുറേ റോഡുകളുണ്ട് മെഷീനിലെ. മെഷീനിലോട്ട് കുറേ കരിമ്പ് ഇതുപോലെ ചാടുന്നു. മെഷീൻ റോൾ ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാഗം കരിമ്പ് ജ്യൂസും മറ്റു ഭാഗം കരിമ്പ് ജ്യൂസും അടിയിലൂടെ ചെറിയ കരിമ്പുകളൊക്കെ ചാടി വരും. അങ്ങനെ ചാടി വന്ന് വലിയൊരു ട്രേയിലേക്ക് വീഴുന്നു. അങ്ങനെ വീടിൻ്റെ ശേഷം വീണ്ടും ഇങ്ങനെ കറങ്ങുന്നു. ഇത് ഇത്ര ലക്ഷക്കണക്കിന് കരിമ്പ് കേട്ടോ ഇതിലൂടെ കറങ്ങുന്നത്. ഓർക്കുമ്പോൾ ഇതാണ് അത്ഭുതം. അങ്ങനെ ചാടി മെഷീനിലൂടെ അപ്പുറത്തെ മെഷീനിലൂടെ ഇതുപോലെ ചാടുന്നു. അങ്ങനെ ചാടിയാണ് ഇതുപോലെ ആവുന്നത്. അങ്ങനെ മെഷീൻ കറങ്ങിയാണ്. ഈ കാണുന്നതാണ് കരിമ്പിൻ്റെ വേസ്റ്റ്. ഇനിയാണ് ഷുഗറിൻ്റെ പരിപാടികൾ നടക്കാൻ പോകുന്നത്. കരിമ്പ് ജ്യൂസായി മാറിയപ്പോൾ വലിയൊരു ട്രേയിലേക്ക് വീണ് ഇപ്പോൾ കരിമ്പ് ജ്യൂസായിട്ടുണ്ട്. ഇനി ആ ജ്യൂസ് വീണ്ടും ഒരു ട്രേയിലേക്ക് ഇതാക്കും. അങ്ങനെ മറ്റ് വേസ്റ്റ് കൂടി വീണ്ടും ട്രേയിലേക്ക് ഇതാക്കും. അങ്ങനെ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നില്ലേ. അങ്ങനെ ഫാക്ടറിയിലിട്ട് കരിമ്പ് ഒരുക്കിയെടുക്കും. ഇങ്ങനെയാണ് കരിമ്പ് ഒരുക്കിയെടുക്കുന്നത്. ശക്തമായ ചൂട് ഉപയോഗിച്ച് കണ്ടാണ് ആവികൾ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ. ഇപ്പോൾ ഈ രീതിയിൽ ഈ പരുവത്തിലൊരു കളറായി മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ടാണ് വീണ്ടും
എന്തൊക്കെയോ ചേർക്കുന്നു. ഈ ചേർക്കുന്ന സാധനം എന്താ വെച്ചാൽ കരിമ്പിൻ്റെ ഇതാണ്, ഒരു വേസ്റ്റ് തന്നെയാണ്. അതിലേക്ക് ചേർക്കുമ്പോൾ ഇതേ കളർ മാറുന്നു. അങ്ങനെ വീണ്ടും വാട്ടറുമായി ഇതിലേക്ക് പൊല്യൂഷൻ തള്ളുന്നു. അങ്ങനെ വലിയൊരു ട്രേയിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു കറക്ക് മെഷീൻ എടുത്താണ്ട് ഇതേപോലെ ഇങ്ങനെ കറക്കും. അതാണ് സംഭവം. ഈ കാണുന്നതാണ് കറക്ക് മെഷീൻ. ഇതേപോലെ പരത്തി എടുക്കുന്നിട്ട് വീണ്ടും ഷുഗറിൻ്റെ വെള്ളമെല്ലാം വലിയൊരു ട്രേയിലേക്ക് വയ്ക്കും. ആ ട്രേയിലേക്ക് ഒന്ന് വീഴും. വീടിൻ്റെ ശേഷമാണ് ആ ട്രേ നിറയും. വീണ്ടും വലിയൊരു ട്രേയിലേക്ക് ഒഴിക്കുന്നു. ആ ഒഴിച്ച ട്രേ നിറയുന്നു. അതിന് ശേഷം ഒരു വലിയൊരു റൗണ്ട് ട്രേക്കിലേക്കാണ് അയക്കുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് മെഷീനിലൂടെ വന്ന് ചൂട് രൂപത്തിൽ ചാടുന്നു. പുകയ്ക്കണ കണ്ടില്ലേ? ശക്തമായ ചൂട് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ പുകയ്ക്കാൻ കാരണം. ബാറ്ററി അങ്ങനെ പുകച്ചത് ഇങ്ങനെ തിളച്ച് മറിയുന്നു വലിയൊരു ട്രേയിൽ നിന്ന്. ഇതുപോലെ കരിമ്പത്താണ്. അങ്ങനെ വലിയ വേറൊരു ട്രേയിലേക്ക് മാറ്റുന്നു. ഇതുപോലെ ഉരുക്കി പോരുന്നു. വീണ്ടും അതിൽ നിന്ന് തിളക്കുന്നു. തിളച്ചാണ് ഇങ്ങനെയാണ് മെയിൻ പരിപാടി കാണാൻ പോകുന്നത്. അങ്ങനെ ഇതേ ഇപ്പോൾ ഒരു പരീക്ഷണം നടത്തി നോക്കാൻ പോകുന്നത്. ടെസ്റ്റ് ട്യൂബിലേക്ക് ഇത് കലക്കി നോക്കുന്നു. യഥാർത്ഥ ഷുഗറിൻ്റെ കളർ ഇതാണെന്ന് കേൾക്കാം. പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതുപോലെ വീണ്ടും ഒരു ഷുഗർ ഇതിലേക്ക് തള്ളുന്നു വലിയൊരു ട്രേയിലേക്ക്. ഇതുപോലെ ക്ലിക്ക് ചെയ്യാൻ ലൈവായി തള്ളുന്നുണ്ട്. അങ്ങനെ നെറ്റ് പോലത്തെ കറങ്ങുന്ന മെഷീനിലേക്ക് അയക്കുന്നു. അങ്ങനെ ആ മെഷീനിലൂടെ കറങ്ങിയാണ് വീണ്ടും ഇതേപോലെ കറങ്ങിയാണ് വീണ്ടും അങ്ങനെ റൗണ്ട് അടിച്ച് കറങ്ങും. അങ്ങനെ ഈ മെഷീൻ വീണ്ടും അങ്ങനെ കറങ്ങി അങ്ങനെ പോകും. അങ്ങനെ ഒരു പാത്രം പോലുള്ള മെഷീനിലേക്ക് ഒന്ന് വീഴും. അതരിക്കും. അരിച്ചാണ് വീണ്ടും ഇതുപോലത്തെ നെറ്റ് മെഷീനിലോട്ട് ചാടും ഷുഗർ. ഇങ്ങനെയാണ് ഷുഗറിൻ്റെ പരിപാടി. ഇത്രേ ഉള്ളൂ. അങ്ങനെ ഷുഗർ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. വലിയൊരു ഇതിലുണ്ടാക്കുന്നു. അങ്ങനെ ഷുഗർ മെഷീനിൽ നിന്ന് ഇങ്ങനെയുണ്ട്. മെഷീനിൽ നിന്ന് പഞ്ചസാര ഉണ്ടായി വരുന്നത്. ഇത്രയും റെഡി ആയിട്ടാണ് മെഷീനിൽ നിന്ന് പഞ്ചസാര ഉണ്ടാകുന്നത്. അങ്ങനെ ബാക്കിയെല്ലാം ഇതുപോലെ അരിച്ചെടുക്കും, കറക്കിയെടുക്കും. കറക്കിയാണ് ഇതുപോലെ ചെക്കിങ്ങുകളൊക്കെ നടത്തും. വല്ല കേടുപാടുകളോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കേടുപാടുകൾ മാറ്റി കളയുന്നതായിരിക്കും. അതാണ് പ്രത്യേകത. ഈ സാധനം കണ്ടില്ലേ? കംപ്ലീറ്റ് ചെക്കിങ് നടത്തുന്നതാണ്. അങ്ങനെ ഇതുപോലെ ചാക്കിലേക്ക് ആക്കുന്നു. എന്നിട്ടാണ് നമ്മൾ കാണുന്ന ഈ ഷോപ്പുകളിലേക്ക് എത്തിക്കുന്നത്. ഇത് കേടുപാടുകളുണ്ടോയെന്ന് ചെക്കിങ് നടത്തുകയാണ്. അങ്ങനെ ഇല്ലയെന്ന് ഉറപ്പിച്ചതിൻ്റെ ശേഷമാണ് അടുത്ത മെയിൻ പരിപാടി നടത്താൻ പോകുന്നത്. ഷുഗറെല്ലാം ഇതിലോട്ട് തട്ടിയിട്ട് പാക്കിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നു. ഫസ്റ്റായിട്ട് ഇത് നമ്മൾ സ്ലൈഡ് പോലത്തെ മെഷീനാണ്. ഇങ്ങനെയാണ് പാക്കിംഗ് നടത്തുന്നത് ഷുഗർ. അങ്ങനെ ഷുഗർ ഓരോന്നായി മെഷീനിലോട്ട് വരും. അങ്ങനെ പാക്കിങ് തുടങ്ങും. റൗണ്ട് കറങ്ങുന്ന മെഷീൻ കാണുന്നില്ല നിങ്ങൾ? അതാണ് കവർ. ഷുഗർ പൊതിയുന്ന കവറാണ് ആ കാണുന്നത്. ഇതുപോലെയാണ് എല്ലാ ഫാക്ടറിയിലേക്കും ഷുഗർ എത്തിക്കുന്നത്. എല്ലാ ഷോപ്പിലേക്കും ഷുഗർ ഇതുപോലെയാണ് എത്തിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.